നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം പൂർണ്ണമായിട്ടും ഇന്ത്യയുടേതാണ്. അത് സമ്മതിക്കാൻ ഏത് വലിയ വിമർശകർക്കും ഒരു മടിയും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നായകൻ ശുഭ്മൻ ഗില്ല് കളിച്ച ആ ഒരു കിടിലൻ പ്രകടനം. ആ പ്രകടനം തന്നെയാണ് കളി ഇന്ത്യക്ക് അനുകൂലമാക്കിയത്. ഒപ്പം ആ തീരുമാനം, ലോവർ ഓർഡർ ശക്തിപ്പെടുത്തുക എന്ന തീരുമാനം, അതിനും ഫലമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് 211-5 എന്ന നിലയിൽ ഉണ്ടായിരുന്ന ടീം 587 റൺസ് ആദ്യ ഇന്നിങ്സിൽ അടിച്ചത്. അവിടെയും തീർന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ തുടക്കത്തിൽ അവർക്ക് പണി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു നമ്മുടെ പേസർമാർ. ആകാശ് ദീപ്, ജസ്പ്രീത് ബുംറയെ പുറത്തിരുത്തിയതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണവും സാഹചര്യവും എന്താണ് എന്ന് വ്യക്തമാക്കിയതാണ് ശുഭ്മൻ ഗില്ല്. നമ്മളത് കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതുമാണ്. വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡെയിൽ സ്റ്റെയിനൊക്കെ പറയുന്നത് അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോർച്ചുഗൽ ബെഞ്ചിലിരുത്തിയ പോലെ ബൂംറയെ ഇന്ത്യ പുറത്തിരുത്തി എന്നൊക്കെയാണ്. അതവിടെ പറയട്ടെ. പക്ഷേ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹത്തെ പുറത്തിരുത്തിയത്. അടുത്ത കളി ലോർഡ്സിലാണ്. അദ്ദേഹത്തിന് കൂടുതൽ മികച്ച രൂപത്തിൽ സാഹചര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അത് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ടീം ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇന്നിങ്സിൽ ഇന്ത്യയുടെ കഴിഞ്ഞ കളിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം, ലോവർ മിഡിൽ ഓർഡറിൽ നമ്മുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാർ മികച്ച രൂപത്തിൽ നായകന് പിന്തുണ നൽകി എന്നുള്ളതാണ്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബൗളർമാർ ന്യൂ ബോൾ കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് ഓർഡർ അങ്ങില്ലാതാക്കി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശുഭ്മൻ ഗില്ല് എത്രത്തോളം അനായാസമാണ് ബാറ്റ് ചെയ്തത്, അതേ അനായാസതയോടെയാണ് നമ്മുടെ പേസർമാരുടെ തുടക്കവും ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റന് തീർച്ചയായിട്ടും ഇതൊരു നിയർ പെർഫെക്റ്റ് ഡേ ആണ്. 269 റൺസാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ചാൻസ് പോലും എതിരാളികൾക്ക് കൊടുക്കാതെയാണ് ആ ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നോക്കണം. അങ്ങനെയുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നതിന് പിന്നാലെ ഒരു ബ്ലൈൻഡർ അദ്ദേഹം എടുക്കുകയും ചെയ്തു. ആ ഒരു ക്യാച്ച് അതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഡക്കറ്റിനെ പറഞ്ഞു വിടാൻ വേണ്ടി ആകാശ് ദീപിൻ്റെ പന്തിൽ ഒരു കിടിലൻ ബ്ലൈൻഡർ അദ്ദേഹം കയ്യിലാക്കി. അപ്പോൾ ക്യാപ്റ്റൻ്റെ ദിവസം കഴിഞ്ഞില്ല. പിന്നാലെ അടുത്ത 2 വിക്കറ്റുകൾ കൂടി ഒലി പോപ്പിനെ തൊട്ടു പിന്നാലെ തന്നെ ആകാശ് ദീപ് പറഞ്ഞു വിട്ടു. ക്യാച്ച് എടുത്തത് KL രാഹുൽ. കഴിഞ്ഞില്ലെന്നേ, സാക്രോളിയെ പറഞ്ഞു വിടുന്നു മുഹമ്മദ് സിറാജ്. മനോഹരമായിട്ടാണ് സിറാജിൻ്റെ ആ സ്പെല്ലുണ്ടായിരുന്നത്. സിറാജ് സാക്രോളിയെ പറഞ്ഞു വിടുന്നു. ഇംഗ്ലണ്ട് അങ്ങ് വീണു പോകുന്നു 25-3. പിന്നെ അവിടെ നിന്ന് ബ്രൂക്കും റൂട്ടും കൂടി രക്ഷാപ്രവർത്തനത്തിലാണ്. അത് എത്രത്തോളം ഫലം കാണുന്നത് കണ്ടറിയണം. 77-3 സ്റ്റംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ഓർഡർ ബാറ്റിംഗ് ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ തിങ്ക് ടാങ്ക്സ് തീരുമാനിച്ചത് അദ്ദേഹം കൃത്യമായിട്ട് ന്യായീകരിച്ചിരുന്നു. അത് കളിക്കളത്തിൽ ചെയ്ത് കാണിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 6ാം വിക്കറ്റിൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ഗില്ല് ഉണ്ടാക്കിയ പാർട്ട്ണർഷിപ്പാണ് 203. 7ാം വിക്കറ്റിൽ വാഷിങ്ടൺ സുന്ദറിനൊപ്പം അദ്ദേഹം ഉണ്ടാക്കിയത് 144 റൺസിൻ്റെ കൂട്ടുകെട്ട്. സോ 211-5 എന്ന നിലയിൽ നിന്ന് മക്കല്ലം എറയിൽ ഇംഗ്ലണ്ട് കൺസീഡ് ചെയ്യുന്ന ഹയസ്റ്റ് ടോട്ടൽ ഇന്ത്യ ഉണ്ടാക്കി. 587 റൺസ്. മക്കല്ലം എറയിൽ അവർ ഇത്രയധികം റൺസ് കൺസീഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിന് സഹായിച്ചത് ഈ ഒരു തീരുമാനമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മനോഹരമായിട്ട് തന്നെ ജഡേജ കളിച്ചു. 137 പന്തുകൾ നേരിട്ട ജഡേജ 89 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തിൻ്റെ വക 10 ഫോറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ വാഷിങ്ടൺ സുന്ദർ 103 പന്തുകൾ നേരിട്ട് 3 ഫോറും 1 സിക്സറും അടക്കം 42 റൺസ് അടിച്ചു. റൂട്ടിൻ്റെ ആ ഞെട്ടിച്ച പന്തിൽ, റൂട്ട് പോലും ഞെട്ടിയോ എന്ന് തോന്നിപ്പോകും, അങ്ങനെ ഒരു പന്തിലാണ് വാഷിങ്ടൺ സുന്ദർ പുറത്തായത്. അപ്പോൾ കാര്യം വളരെ കൃത്യമാണ്. കഴിഞ്ഞ കളിയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം അത് കളിക്കളത്തിൽ മനോഹരമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രകടനം നടത്തി. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ 587 എന്നുള്ള സ്കോറിലേക്ക് വന്നത്.
അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയേണ്ടത്, ഈ ഒരു ടൂർണമെൻറ്റിന് നായകൻ ആയിട്ട് ശുഭൻ ഗില്ലിനെ പ്രഖ്യാപിക്കുമ്പോൾ പലർക്കും രണ്ടഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ടൂർണമെൻറ്റിലെ ഈ ടൂറിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഈ ടൂറിലെ ഈ സീരീസിലെ ബെസ്റ്റ് ബാറ്ററായിട്ട് പുറത്തു വരണമെന്ന്. അതിനുള്ള പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി, രണ്ടാം ടെസ്റ്റിലെ ഡബിൾ സെഞ്ചുറി. അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നു. എന്തായാലും അങ്ങനെ ആദ്യ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാം ദിവസം ഇന്ത്യ കൊളാപ്സ്ഡ് ആവാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. 587 റൺസ് അടിച്ചു. പിന്നെ ഇനി വേണ്ടത് എന്താ? ഇന്നലെ അവസാന ഘട്ടത്തിൽ 10-20 ഓവറാണ് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റുകൾ തുടക്കത്തിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. അതും മനോഹരമായിട്ട് നമ്മുടെ ബൗളർമാർ ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർ ഒരു ഘട്ടത്തിൽ 3 വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ആകെ ഉണ്ടായിരുന്നത് 25 റൺസാണ്, 25-3. അവിടെ നിന്ന് റൂട്ടും നമ്മുടെ ബ്രൂക്കും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് വളരെ വാച്ച്ഫുള്ളായിട്ടാണ് കളിച്ചത്. അതേസമയം ഹാരി ബ്രൂക്ക് ആ ഒരു പ്രഷർ ഈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആ സമയത്ത് കാണുകയും അദ്ദേഹം അങ്ങനെ സ്കോർ ചെയ്ത് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. 50.6 സ്ട്രൈക്ക് റേറ്റിൽ 4 4 ഒരു 6 അടക്കമാണ് അദ്ദേഹം 53 പന്തുകളിൽ നിന്ന് 30 റൺസുമായിട്ട് ക്രീസിലുള്ളത്. എന്തായാലും അവരുടെ ഈ കൂട്ടുകെട്ട് അത് എത്രയും പെട്ടെന്ന് പൊളിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ അതിന് നമ്മുടെ ബോളർമാർക്ക് കഴിയണം. ഇന്നലെ എറിഞ്ഞ പോലെയല്ല, ഇപ്പം 20 ഓവർ ഓൾഡായിട്ടുള്ള ബോളാണ്. സംഗതി എന്താണെങ്കിലും തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഈ ബാറ്റർമാർ, ബെൻ സ്റ്റോക്സ് ഇനി വരാനുണ്ട്, ജെയ്മി സ്മിത്ത് വരാനുണ്ട്, പിന്നെ ലോവർ ഓർഡറിൽ വോക്സും കാർസും ബാറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കി തുടക്കത്തിലെ വിക്കറ്റുകൾ എടുക്കാൻ കഴിഞ്ഞെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലണ്ട് ഇപ്പോഴും ഉള്ളത് 510 റൺസ് പുറകിലാണ്. അവർക്ക് ഇനിയും 10-100 റൺസ് അടിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് ഫോളോ ഓൺ ഒഴിവാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100-150 മുകളിലുള്ളൊരു ലീഡെങ്കിലും പിടിക്കണം. അതിന് കഴിയണം. ഫോളോ ഓൺ പോലെ 200 റൺസിൻ്റെ ലീഡൊക്കെ പിടിച്ച് പിന്നെ ഫോളോ ഓൺ ജയിക്കുമെന്നുള്ളത് കണ്ടിരണം. എന്നാൽ പോലും അങ്ങനെ നല്ലൊരു ലീഡ് പിടിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ കളി അനുകൂലമാക്കിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ 4-5 ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യം കൂടി നമ്മൾ നോക്കണം. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കളി ഇന്ത്യക്ക് അനുകൂലമാക്കി തീർത്തിട്ടുണ്ട് ശുഭ്മൻ ഗിൽ എന്നാണ്. ഗില്ലിൻ്റെ ബാറ്റിങ്ങിനെ നമ്മൾ ഇനി അങ്ങനെ അധികം പറഞ്ഞ് പാടി പുകഴ്ത്തേണ്ട കാര്യമില്ലല്ലോ. അതിമനോഹരമായിട്ട് കളിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു ക്ലിയർ ചാൻസ് പോലും എതിരാളികൾക്ക് കൊടുക്കാതെയാണ് കളിച്ചത്. ഷോയിബ് ബാഷിറിനൊക്കെ നേരിടുമ്പോൾ സ്വന്തം വീട്ടുമുറ്റത്ത് സ്വന്തം കുഞ്ഞിനെ പ്രാക്ടീസ് കൊടുക്കുമല്ലോ, അത്രത്തോളം ഈസായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്ത് പോയത് എന്നാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത്. ശരിയായിരുന്നു, അത്രത്തോളം ആധിപത്യം പുലർത്തിയിട്ടാണ് കളിച്ചത്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മേൽക്കൈ. അത് തുടരാൻ കഴിയണം. എന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് രണ്ട് ടീമിൻ്റെയും സ്കോർ കാർഡ് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. യശസ്വി ജയ്സ്വാൾ 107 പന്തിൽ 87 റൺസ് അടിച്ചു. KL രാഹുൽ 2 റൺസ്, കരുൺ നായർ 31, ശുഭൻ ഗിൽ 269, ഋഷഭ് പന്ത് 25, നിതീഷ് കുമാർ റെഡ്ഡി 1, ജഡേജ 89, വാഷിംഗ്ടൺ സുന്ദർ 42, ആകാശ് ദീപ 6, സിറാജ് 8, പ്രസിദ്ധ് കൃഷ്ണ പുറത്താവാതെ 5 റൺസ്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് കണ്ടാൽ തന്നെ സംഗതി വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ ലോവർ ഓർഡറിൽ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി 3 വിക്കറ്റുകളാണ് ബാഷിർ എടുത്തതെങ്കിൽ 2 വിക്കറ്റുകൾ ടങ്ക് എടുക്കുകയുണ്ടായി. ഒപ്പം വോക്സും എടുത്തു. ബ്രെഡൻ കാർസും സ്റ്റോക്സും റൂട്ടും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ ക്രോളി 19 റൺസ് അടിച്ചപ്പോൾ ഡെക്കറ്റും പോപ്പും ഡെക്കായി. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ 3 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ജോ റൂട്ട് 18 റൺസുമായിട്ടും ഹാരി ബ്രൂക്ക് 30 റൺസുമായിട്ടും ക്രീസിൽ. ഇന്ത്യക്കായിട്ട് ആകാശ് ദീപ് 2 വിക്കറ്റ് എടുത്തപ്പോൾ സിറാജ് 1 വിക്കറ്റ് എടുത്തു. ഇന്ന് ക്രൂഷ്യലാണ്. ആദ്യ സെഷനിൽ ഇംഗ്ലണ്ടിന് പറ്റാവുന്നത്ര പ്രഹരമേൽപ്പിക്കണം. അതാണ് ഇന്ത്യക്ക് വിജയത്തിലേക്കുള്ള വഴിവെട്ട്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.